നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകളൊക്കെ കുറച്ച് അറിയണം ഇത് ചെയ്യണമെങ്കിൽ. എ ബോഡി സ്റ്റാർട്ട് ഫാളിങ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് എച്ച് ഹിറ്റ്സ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇൻ പാത്ത് അറ്റ് ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി എച്ച് ഹൈറ്റിൽ നിന്ന് വീഴാൻ തുടങ്ങിയിട്ട് അയാളൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വന്ന് വീണു. വീടിന് ശേഷം ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ബിക്കം ഹൊറിസോണ്ടൽ, അതായത് ഇങ്ങനെ ഇവിടുന്ന് വന്ന് ഇവിടെ വീണു. വീണിട്ട് പിന്നെ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്തു, അതായത് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ നടത്തി. വീണ ആ സ്ഥലത്തുനിന്ന് താഴേക്കുള്ള ഹൈറ്റ് സ്മോൾ എച്ച് ആണെന്ന് ക്വസ്റ്റ്യനുണ്ട്. മൊത്തം വീഴുന്നത് ക്യാപിറ്റൽ എച്ചിൽ നിന്നാണെന്നും ക്വസ്റ്റ്യനുണ്ട്. അപ്പം പിന്നെ ഉറപ്പായിട്ടും ഈ ഹൈറ്റ് എച്ച് മൈനസ് എച്ച് ആയിരിക്കും. ഇനി ഈ ഒരു അവസ്ഥയിൽ വീണിട്ട് ഈ ബോഡി താഴെ എത്താൻ എടുക്കുന്ന മാക്സിമം ടൈം എന്താണെന്നാണ് ചോദ്യം. ഇപ്പം പറഞ്ഞ ഈ ഒരു കേസിലെ ടൈം എന്താ? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം അയാൾക്ക് ഇവിടെ എത്തണം. ഇവിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √2h/g ആണ്. അവിടുത്തെ ആദ്യത്തെ ഹൈറ്റ് ഏതാ? ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് ആണ് ആ ഹൈറ്റ്, /g പ്ലസ് വീണു ഇവിടെ തട്ടി. ഞാൻ ഇവിടുന്ന് താഴേക്ക് പോകണം. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ √2h/g. എത്രയാണ് എച്ച്? സ്മോൾ എച്ച്. സോ അതിന്റെ ഇക്വേഷൻ √2h/g. ഇതാണ് ടൈമിന്റെ ജനറൽ ഇക്വേഷൻ. ഇത് എപ്പോഴാണ് ഇനി മാക്സിമം ആവാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ഫംഗ്ഷന് സ്മോൾ എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലുള്ള ഈ ടൈമിനെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഫംഗ്ഷൻ സ്മോൾ എച്ചിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ടൈം മാക്സിമം ആവുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, dy/dx 0 ആകുമ്പോഴാണ് y മാക്സിമം ആവുക. അപ്പോൾ അതുപോലെ dt/d സ്മോൾ എച്ച് 0 ആകുമ്പോഴാണ് t എന്താകുക? മാക്സിമം ആകുക. അപ്പോൾ ഇനി അതിൻ്റെ ഡിഫറൻസിയേഷൻ പരിപാടികളിലേക്ക് കടക്കുകയാണ്. കുറച്ച് പണിയുണ്ടാവും. ബേസിക് ഡിഫറൻസിയേഷൻ അല്ല, കുറച്ചൊരു ലെങ്തിയ ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ 2h-h/g പ്ലസ് 2h/g ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി √2/g പുറത്തെടുക്കുക. അപ്പം എന്താ ബാക്കി? h-h ഉണ്ട് അവിടെ, റൈസ് ടു 1/2 ഉണ്ട്. റൂട്ടുണ്ട്, h-hനും റൂട്ടുണ്ട്. അതുപോലെ അടുത്ത ടൈമൊന്നും √2/g പോന്നാൽ ബാക്കി അവിടെ h ഉള്ളത് റൂട്ടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ റൈസ് ടു 1/2 ഉണ്ട്. ഇത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് dt/dh അത് 0 കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് dt/dh? √2/g അവിടെ ഉണ്ട്. h-h/1/2 റൂട്ട് എന്താ? 1/2 ഇൻറ്റു h-h ഓൾ റൈസ് ടു 1/2 - 1. അതെന്താ? h-h ഓൾ റൈസ് ടു -1/2. സോ h-hന് റൂട്ട് ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഉള്ളതുകൊണ്ട് h-hനെ താഴെ കൊണ്ടുപോവാം. റൂട്ടിനുള്ളിലാണ് എന്ന് കാണിക്കണം. അപ്പോൾ റൂട്ട് ഇട്ടു. പക്ഷെ നിർത്താൻ പാടില്ല, ഈ ബ്രാക്കറ്റിൻ്റെ ഡിഫറൻസിയേഷൻ ഇനിയും ചെയ്യണം. h ഒരു കോൺസ്റ്റൻ്റ് ആയ ഹൈറ്റ് ആണ്. ഈ -h ആണ് മാറുക. കണ്ടോ, ഈ വന്ന് വീണത് ഇവിടെ ആയാൽ ഇതാണ് h, ഇവിടെ ആയിരുന്നെങ്കിൽ ഇതാണ് h, ഇവിടെ ആയിരുന്നെങ്കിൽ ഇതാണ് h. മാറാത്തത് ഈ വലിയ ഹൈറ്റാണ്, ടോട്ടൽ ഹൈറ്റ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റാ. സ്മോൾ h ഈസ് വേരിയബിൾ. അതിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിനെ വിത്ത് റെസ്പെക്ട് ടു അതാണ് ഡിഫറൻഷിയബിൾ ചെയ്യുന്നത്. സോ -hന് ഡിഫറൻസിയേഷൻ വരുമ്പോൾ ഒരു -1 മേലെ ഉണ്ടാവും. സോ ടോട്ടൽ ഒരു -1 വരും. പ്ലസ് ഇനി h/1/2 ഡിഫറൻസിയേഷൻ എന്താ? 1/2 h/-1/2. h/-1/2 പറഞ്ഞാൽ താഴെ √h കൊടുക്കുക. യെസ്, ഇതാണ് ഈക്വൽ ടു 0. ഇതിൽ √2/g ഒരിക്കലും 0 ആവില്ല. ആ -1/2 √h-h ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/2 √h-h ഈക്വൽ ടു 1/2 √h എന്ന് കിട്ടും. 2 വെട്ടിപ്പോയി. √h ഈക്വൽ ടു h-hന്റെ റൂട്ട് എന്ന് കിട്ടും. ആ റൂട്ട് കളഞ്ഞാൽ h ഈക്വൽ ടു h-h എന്ന് കിട്ടും. ഹലോ, എന്താ ചോദ്യം? h ഏത് വാല്യൂ എന്നാണ്? ഈ മാക്സിമത്തിൽ h/h ഏത് വാല്യൂ എന്നാണ്? ആ -h ഇപ്പുറത്ത് വരുമ്പോൾ 2h ഈക്വൽ ടു h കിട്ടും. ഈ h/h ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പം 2 ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. h/h ആണ് ചോദ്യം. വാല്യൂ ഓഫ് h/h ആണ് ചോദ്യം. വാട്ട് ഈസ് h/h? ദാറ്റ് ഈസ് 2.